ക്രിസ്തുമസ് കാലത്തിന് പിന്നാലെ യൂറോപ്പിലെ തെരുവുകളിൽ പ്രതീക്ഷയുടെ നക്ഷത്ര ദീപങ്ങളുമായി നക്ഷത്ര ഗായകർ വീണ്ടും യാത്ര തുടങ്ങുന്നു. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ദൗത്യം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ മാനവിക ആത്മീയ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. ഓരോ കത്തോലിക്ക ഇടവകകളുടെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ കൂർ രൂപതയ്ക്ക് കീഴിലുള്ള ആർത്തിലെ സെന്റ് ജോർജ് ആൻഡ് സെനോ ഇടവകയിൽ സംഘടിപ്പിച്ച സ്റ്റേൺ സിംഗർ ആക്ഷനെ കുറിച്ച് സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എപ്പിഫനി ദിനങ്ങളിലാണ് കുട്ടികൾ രാജാക്കന്മാരുടെ വേഷമണിഞ്ഞ് വീടുകൾ തോറും സന്ദർശനം നടത്തുന്നത്. കൈകളിൽ നക്ഷത്രവും വഹിച്ചെത്തുന്ന ഇവർ പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും യേശുവിന്റെ ജനനമെന്ന സന്തോഷ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. സ്റ്റേൺ സിംഗർ ആക്ഷൻ ക്രിസ്തുമസിന് ശേഷമുള്ള ഒരു മനോഹര ആചാരം മാത്രമല്ല, ഇന്ന് ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ കുട്ടികളുടെ മാനവിക ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ ഇത് ഇന്ന് വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. ക്രിസ്തുമസും പുതുവത്സരവും കഴിഞ്ഞ് എപ്പിഫനി ദിനങ്ങളിലാണ് കുട്ടികൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി പുറപ്പെടുന്നത്. രാജാക്കന്മാരായി അലങ്കരിച്ച് കൈകളിൽ നക്ഷത്രവുമായി വീടുകളിലേക്ക് അവർ കടന്നു വരുന്നു. പാട്ടും പ്രാർത്ഥനയും ചേർന്ന ആ സന്ദർശനം കൊണ്ടാണ് അവരെ നക്ഷത്ര ഗായകർ എന്ന് വിളിക്കുന്നത്. അവർ പാടുന്നത് ഒരു അനുഗ്രഹ ഗാനമാണ്. ദൈവം മനുഷ്യനായി പിറന്നു, യേശു ലോകത്തിലേക്ക് വന്നു. ഇതാണ് സന്തോഷ വാർത്ത. സ്റ്റേൺ സിംഗർ എന്ന് പറയുന്നത് ജർമ്മൻ സ്റ്റേൺ സിംഗർ, ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് നമ്മൾ എന്താ പറയുക സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ ആ പേര് കേട്ടിട്ടുണ്ട് വേറെ കോണ്ടെക്സ്റ്റിലാണെങ്കിലും. അപ്പോൾ ഇത് സ്റ്റേൺ സിംഗർ, അതായത് 3 രാജാക്കന്മാർ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് പുൽക്കൂട് വരെ എത്തിയെന്നാണല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം ഈ സ്റ്റേൺ സിംഗർ ആക്സിയോൺ എന്ന് പറയുന്നത്, അതായത് ഇവിടെ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡിലൊക്കെയുള്ള ഈ പ്രോഗ്രാം കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റിൽ കുട്ടികൾ ഈ എപ്പിഫാനി ഫീസ്റ്റിൻ്റെ 2 ദിവസം മുൻപ് അവർ വീടുകളിൽ കൂടെ പോയി അവർ പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് ഈ പൈസ അവർ വിദേശത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അയക്കുകയാണ് ചെയ്യുക. ഈ വർഷം അവർ കളക്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയാണ്, ബംഗ്ലാദേശിലെ പിള്ളേർക്ക് വേണ്ടിയാണ്. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് സ്കൂളാണ്. അവർ പലരും കമ്പനികളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന പിള്ളേരുണ്ട്. അവരെ കമ്പനികളല്ല സ്കൂളുകളാണ് വേണ്ടത് എന്നുള്ള, കുട്ടികൾക്ക് വേണ്ടത് എന്നുള്ള കോണ്ടാക്ട് വന്നിട്ട്. ഈ നക്ഷത്രയാത്ര കത്തോലിക്ക പാരിഷുകളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഓരോ പാരീഷിലും വികാരിയും പാസ്റ്റർ സംഘവും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് സ്റ്റേൺ സിംഗർ ആക്ഷൻ ക്രമീകരിക്കുന്നത്. രൂപതകളുടെ മാർഗനിർദ്ദേശത്തോടെയും സഭയുടെ ഔദ്യോഗിക പിന്തുണയോടെയും കുട്ടികൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുന്നു. അതുവഴി ഈ യാത്ര ഒരു ആഘോഷമല്ല, മറിച്ച് സഭയുടെ ആത്മീയ ദൗത്യത്തിന്റെ ഭാഗം തന്നെയാകുന്നു. വീടുകൾ, വയോധിക സദനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവർ യാത്ര തിരിക്കുന്നു. എവിടെ എത്തിയാലും നക്ഷത്ര ഗായകർ അനുഗ്രഹഗാനം പാടി വീടുകളെ ആശീർവദിക്കുന്നു. ആളുകൾ തുറക്കുന്ന വാതിലുകൾ വെറും വാതിലുകളല്ല, അത് വിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും വാതിലുകളാണ്. അവർ നൽകുന്ന സംഭാവനകൾ ഒരു വലിയ ആശയത്തിലേക്ക് ഒഴുകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദരിദ്രരും അവഗണിക്കപ്പെട്ടവരുമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാന്യത ഇവയ്ക്കായാണ് ഈ ധനം ഉപയോഗിക്കപ്പെടുന്നത്. Wie heißt du? Ich bin Simon. Genau. Wie fühlst du dich, wenn du singst und wenn du Menschen besuchst? Ich fühle mich sehr gut, da man auch Menschen hier in Bangladesch helfen kann. കുട്ടികൾക്ക് തന്നെ സ്റ്റേൺ സിംഗർ ആക്ഷൻ ഒരു ആത്മീയ ഉത്സവമാണ്. സഭയെ അവർ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിച്ച അനുഭവത്തിലൂടെയാണ്. പങ്കിടലിന്റെ സന്തോഷം, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ഹൃദയം, ഉത്തരവാദിത്ത ബോധം ഇവയെല്ലാം ഈ നക്ഷത്രയാത്ര കുട്ടികളിൽ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ വർഷം തോറും കുട്ടികൾ സന്തോഷത്തോടെ വീണ്ടും ഈ ആക്ഷനിൽ ചേരുന്നു. ഈ പ്രവർത്തനത്തിന്റെ വ്യാപ്തി അതിശയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ജർമ്മനിയിൽ നിന്നും ഏകദേശം 40 മില്യൺ യൂറോ, ഓസ്ട്രിയയിൽ നിന്ന് ഏകദേശം 15 മില്യൺ യൂറോ, സ്വിറ്റ്സർലാൻഡിൽ 1 മില്യൺ സ്വിസ് ഫ്രാങ്കിലധികം സമാഹരിക്കപ്പെട്ടു. ഇതുവഴി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കുട്ടികൾ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനശേഖരണ പ്രവർത്തനങ്ങളിൽ ഒന്നായി സ്റ്റേൺ സിംഗർ ആക്ഷൻ മാറിയിരിക്കുന്നു. എന്നാൽ ഈ ആക്ഷന്റെ യഥാർത്ഥ മഹത്വം അക്കങ്ങളിലല്ല. നക്ഷത്ര ഗായകരായി മാറുന്ന കുട്ടികൾ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ദൂതന്മാരാകുന്നു എന്നതിലാണ് അതിന്റെ ശക്തി.